നമസ്കാരം. നരസിംഹം എന്നൊരു മോഹൻലാൽ ചിത്രമുണ്ട്. ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ആ ചിത്രത്തിൽ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ പേര് നന്ദഗോപാൽ മാരാർ എന്നായിരുന്നു. അതായത് സുപ്രീം കോടതിയിലെ അഭിഭാഷകന്റെ ഒരു വേഷമായിരുന്നു മമ്മൂട്ടിയുടേത്. മമ്മൂട്ടിയുടെ നന്ദഗോപാൽ മാരാർ എന്ന കഥാപാത്രം ഏറെ കൈയടി നേടുകയും ചെയ്തിരുന്നു. ഇതിപ്പോൾ ഇവിടെ പറയാൻ കാരണം മമ്മൂട്ടി എന്ന കഥാപാത്രം ആ സിനിമയിൽ പറയുന്ന ഒരു ഡയലോഗിൻ്റെ പ്രസക്തി ഓർത്തിട്ടാണ്. ആ ഡയലോഗ് ഇങ്ങനെയാണ്: സത്യം അതെത്ര മൂടി വെച്ചാലും ഒരിക്കൽ മറനീക്കി പുറത്തു വരും എന്നായിരുന്നു ആ ഡയലോഗ്. കുറച്ച് സമയം കൊണ്ട് തന്നെ പ്രേക്ഷകർ ആവേശത്തോടെയാണ് ആ സീൻ കണ്ടതും ശരിക്കും ആസ്വദിച്ചതും. ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾക്ക് മമ്മൂട്ടി എന്ന നടനുമായിട്ടോ നരസിംഹ എന്ന സിനിമയുമായിട്ടോ യാതൊരു വിധത്തിലുമുള്ള ബന്ധവുമില്ല എന്ന് പറയുന്നു. 20-20 സീറ്റ് നേടുക എന്ന ഉദ്ദേശത്തോടെയാണ് BJP ഇത്തവണ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുള്ളത്. ഓരോ നാടിൻ്റെ സാമുദായിക സ്പന്ദനങ്ങൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തിയിട്ടുള്ളത്. മതവും സമുദായവുമാണ് വിജയത്തെ നിർണ്ണയിക്കുന്നത് എന്ന നിർമ്മലാ സീതാരാമൻ്റെ ഒരു പ്രസ്താവനയുടെ പിൻബലത്തിൽ നമുക്കത് സമ്മതിക്കുകയും ചെയ്യാം. അതുകൊണ്ട് തന്നെയാണ് മലപ്പുറം സീറ്റിൽ ഡോക്ടർ M. അബ്ദുൽ സലാമിനെ BJP സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത്. കാലിക്കറ്റ് സർവകലാശാലയുടെ മുൻ VC കൂടിയായിരുന്ന ഇദ്ദേഹം 2 വർഷത്തിന് മുൻപ് മാത്രമാണ് BJPയിൽ അംഗത്വം എടുത്തിട്ടുള്ളത്. എന്നിട്ടും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എന്നുള്ളത് കുറച്ച് ആശയക്കുഴപ്പം ഈ വർഷങ്ങളായി പ്രവർത്തിക്കുന്നവർക്ക് ഉണ്ടാക്കിയിട്ടുള്ള നീരസം ചെറുതൊന്നുമല്ല. കേരളത്തിൽ BJP വളർത്തുന്നതിനായി CK പത്മനാഭൻ അടക്കമുള്ളവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ വളരെ വലുതായിരുന്നു. അതുമാത്രമല്ല, കൊല്ലാനും ചാവാനും പാർട്ടിക്ക് വേണ്ടി ശബ്ദിക്കാനും തയ്യാറായി നിൽക്കുന്ന നിരവധി പ്രവർത്തകർ വർഷങ്ങളായി ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പരിഗണിക്കാതെയാണ് BJP പലപ്പോഴും സ്ഥാനാർത്ഥി നിർണയം നടത്തി വരുന്നത്. തൊട്ടടുത്ത ദിവസങ്ങളിൽ പോലും അംഗത്വമെടുത്താലും ശരി അവരെ സ്ഥാനാർത്ഥികളാക്കി മത്സരിപ്പിക്കുന്നതാണ് ഇപ്പോൾ പൊതുവിൽ കേരളത്തിലെ BJPയുടെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത്. അതിന് നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. അതിൽ പ്രവർത്തകർക്ക് ചെറിയ നീരസമുണ്ടെങ്കിലും പാർട്ടിയിൽ വിശ്വാസമുള്ളതുകൊണ്ട് പാർട്ടി വിട്ടു പോകാൻ അവർക്ക് ആർക്കും താല്പര്യവുമില്ല. അങ്ങനെയാണ് M. അബ്ദുൽ സലാം മലപ്പുറത്തെ സ്ഥാനാർത്ഥിയായി മാറിയത്. എന്നാൽ ഇപ്പോൾ അബ്ദുൽ സലാമിൻ്റെ ചില പ്രതികരണങ്ങൾ BJPക്ക് തന്നെ തലവേദനയായി മാറിയിരിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് നോക്കാം. അദ്ദേഹം ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് BJPയുടെ ചില നിലപാടുകളെ ശക്തമായി വിമർശിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്നത്. ലവ് ജിഹാദിൻ്റെ കാര്യത്തിലുള്ള BJP നിലപാടിനെ വിമർശിച്ചുകൊണ്ടാണ് തൻ്റെ നിരീക്ഷണങ്ങൾ അദ്ദേഹം അവതരിപ്പിച്ചത്. ആ തെരഞ്ഞെടുപ്പായപ്പോൾ ദൂരദർശനിലൂടെ കേരള സ്റ്റോറി എന്ന ചിത്രം പ്രദർശിപ്പിക്കുകയായിരുന്നു ഒരു BJPയുടെ അജണ്ട എന്നുള്ള ഭാഗമായിട്ട് ചെയ്തത്. കേരളത്തിൽ നടന്നിട്ടുള്ള ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചില സംഭവങ്ങൾ അതിൻ്റെ എണ്ണം പെരുക്കി കാണിക്കുന്ന ഒരു സിനിമയാണ് കേരള സ്റ്റോറി എന്ന് BJP പ്രവർത്തകർക്ക് പോലും ആശങ്കയ്ക്കിടയില്ല എന്നാണ് തോന്നുന്നത്. ഇതിനെക്കുറിച്ചായിരുന്നു അബ്ദുൽ സലാമിൻ്റെ ആദ്യത്തെ പ്രതികരണം. ഇത്തരത്തിലുള്ള ചിത്രങ്ങളുടെ പ്രചാരണം മുസ്ലിം ജനവിഭാഗത്തെ മുഴുവൻ ഒറ്റപ്പെടുത്താൻ മാത്രമേ ഉപകരിക്കൂ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത്. 20 കോടി മുസ്ലിങ്ങളെ അകറ്റുന്നത് BJPക്ക് ഗുണം ചെയ്യില്ല എന്നും അദ്ദേഹം അഭിമുഖത്തിൽ പറയുകയായിരുന്നു. ഇത്രയും വരുന്ന മുസ്ലിങ്ങളെ മുഖ്യധാരയിൽ നിന്ന് മാറ്റിക്കൊണ്ടുള്ള ഒരു രാഷ്ട്രീയം നല്ലതല്ല. അവരെ കൂടി മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുമ്പോൾ മാത്രമാണ് BJP രാഷ്ട്രീയം വിജയിക്കുക എന്നുമാണ് അബ്ദുൽ സലാം നടത്തിയ അഭിപ്രായ പ്രകടനം. പൗരത്വ നിയമ ഭേദഗതിക്കെതിരെയും അദ്ദേഹം വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ബില്ലുമായി ബന്ധപ്പെട്ട ആശങ്കകൾ മുസ്ലിം ജനതയുമായി പങ്കുവയ്ക്കുന്നതിൽ BJP പരാജയപ്പെട്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം ഒരു കുറ്റമായി പറയുന്നുണ്ട്. മലപ്പുറത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്നപ്പോൾ റോഡ് ഷോ നടത്തിയിരുന്നു. അന്ന് പ്രധാനമന്ത്രിക്കൊപ്പം കയറി നിൽക്കുന്നതിന് സ്ഥാനാർത്ഥിയെ അദ്ദേഹത്തിൻ്റെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വിലക്കിയിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തെ സ്ഥാനാർത്ഥി ഇല്ലാതെയായിരുന്നു അന്ന് പ്രധാനമന്ത്രി BJPക്ക് വേണ്ടി റോഡ് ഷോ നടത്തിയത്. അന്ന് തന്നെ ഇതൊരു വലിയ വിവാദമായി മാറുകയും ചെയ്തു. ഈ വിഷയത്തെ 2 മുന്നണികളും BJPക്കെതിരായി ഉപയോഗിക്കുകയും കടുത്ത ഭാഷയിൽ തന്നെ വിമർശനം ഉന്നയിക്കുകയും ചെയ്തു. ഈ സംഭവത്തിലുള്ള നീരസവും അബ്ദുൽ സലാം പ്രകടിപ്പിക്കുന്നുണ്ട്. തന്നെ വാഹനത്തിൽ നിന്ന് ഒഴിവാക്കിയത് പാർട്ടിക്ക് ക്ഷീണമുണ്ടാക്കുന്ന തരത്തിലാണ് പ്രചരിച്ചത്. അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പാർട്ടി നേതൃത്വം ശ്രദ്ധിക്കേണ്ടതായിരുന്നു. പക്ഷേ ആ സമയത്ത് താൻ പാർട്ടിയെ പ്രതിരോധിച്ചാണ് നിലകൊണ്ടത്. മലപ്പുറം മണ്ഡലത്തിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണ പ്രവർത്തനങ്ങൾ കൊണ്ട് ഒന്നും തന്നെ മുസ്ലിങ്ങളുടെ വോട്ട് നേടാൻ BJPക്ക് കഴിയില്ല എന്നും ശക്തമായ ഭാഷയിൽ അബ്ദുൽ സലാം പറയുന്നുണ്ട്. ഇത്തരത്തിലുള്ള വീഴ്ചകൾ അക്കമിട്ട് ചൂണ്ടിക്കാട്ടുന്ന അബ്ദുൽ സലാം BJP മലപ്പുറം മണ്ഡലത്തിൽ നടത്തുന്ന പ്രചാരണ പ്രവർത്തനങ്ങളിലൂടെ അതിൻ്റെ ഊർജമില്ലായ്മയെയും കുറ്റപ്പെടുത്തി തന്നെയാണ് സംസാരിക്കുന്നത്. മലപ്പുറത്ത് അല്പമെങ്കിലും വോട്ട് നേടണമെങ്കിൽ അതിശക്തമായ പ്രചാരണം തന്നെയാണ് ആവശ്യം.
ഇത്തവണ മലപ്പുറത്ത് നിന്ന് മുസ്ലിം ലീഗിന്റെ അതിശക്തനായ ഇ.ടി. മുഹമ്മദ് ബഷീറാണ് UDF-ന് വേണ്ടി രംഗത്തിറങ്ങുന്നത്. ഇടതുപക്ഷത്തിനു വേണ്ടി വസീഫും മത്സര രംഗത്തുണ്ട്. ഇവരുടെ പ്രചാരണ പ്രവർത്തനങ്ങൾ അതിശക്തമായി തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിലാണ് 10% താഴെ മാത്രം വോട്ടുള്ള BJP മത്സരത്തിനിറങ്ങുന്നത്. മലപ്പുറത്ത് 50% വോട്ടുകളാണ് ലീഗ് നേടിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള 50% മാത്രമാണ് ഇടതുപക്ഷമടക്കമുള്ള സ്ഥാനാർത്ഥികൾ കൈക്കലാക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് BJP സ്ഥാനാർത്ഥിയായി ഡോക്ടർ അബ്ദുൽ സലാം മത്സരിക്കാൻ ഇറങ്ങിയിരിക്കുന്നത്. മുസ്ലിം വോട്ടുകളാണ് മലപ്പുറത്ത് വിധി നിർണ്ണയിക്കുന്നത് എന്നിരിക്കലും പ്രചാരണം നല്ല നിലയ്ക്കല്ല പോകുന്നത് എന്നാണ് BJP സ്ഥാനാർത്ഥി കുറ്റപ്പെടുത്തുന്നത്. തൻ്റെ പ്രചാരണം വളരെ പിന്നിലാണ്. പാർട്ടിയുടെ പ്രചാരണ വിഭാഗത്തിന് ഏറെ പരിമിതികളുണ്ട്. അവർക്ക് വേണ്ടത്ര കഴിവോ പരിചയമോ ഇല്ല. അത് മാത്രമല്ല, അതിലെല്ലാം ഉപരിയായി തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള തന്ത്രം പോലും ഇല്ലെന്നും അബ്ദുൽ സലാം കുറ്റപ്പെടുത്തുന്നുണ്ട്. എന്തുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥി പട്ടികയിൽ മുസ്ലിങ്ങൾ ഇല്ലാതെ പോകുന്നത് എന്നുള്ളതിന് കൃത്യമായ മറുപടി പറയാൻ പോലും നേതൃത്വത്തിന് കഴിയുന്നില്ല. ഇതൊക്കെയാണ് അബ്ദുൽ സലാം എന്ന സ്ഥാനാർത്ഥി ഉയർത്തുന്ന വിഷയങ്ങൾ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ സമയത്ത് സ്ഥാനാർത്ഥിയുടെ തന്നെ ഇത്തരം അഭിപ്രായ പ്രകടനങ്ങൾ ദോഷം ചെയ്യും എന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. ഇനിയിപ്പോൾ 10% താഴെ മാത്രം വോട്ടുള്ള ഒരു മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി കാര്യമായ ഫണ്ട് വിനിയോഗവും പ്രചാരണവും നടത്തുന്നത് ഗുണം ചെയ്യില്ല എന്ന നേതൃത്വത്തിൻ്റെ തോന്നലാണോ പ്രശ്നം എന്നും അറിയില്ല. അതേസമയം കഴിഞ്ഞ 10 വർഷക്കാലത്തെ മോദിയുടെ ഭരണത്തിൻ്റെ നേട്ടങ്ങൾ തനിക്ക് ബോധ്യപ്പെട്ടെന്ന് പറയാനും അബ്ദുൽ സലാം മടിക്കുന്നില്ല. ദേശീയ തലത്തിൽ പോലും അബ്ദുൽ സലാം ഉയർത്തിയിരിക്കുന്ന ഈ വാദങ്ങൾ BJPയെ സംബന്ധിച്ചിടത്തോളം ചെറുതായെങ്കിലും തലവേദനയാകാൻ സാധ്യതയുണ്ട്. സ്ഥാനാർത്ഥികളോടുള്ള നേതൃത്വത്തിൻ്റെ ഇരട്ട മുഖമാണ് അബ്ദുൽ സലാം തുറന്നു കാട്ടിയിരിക്കുന്നത്. വിജയസാധ്യതയുള്ള മണ്ഡലങ്ങളെ A ക്ലാസ് മണ്ഡലങ്ങളാക്കി മാറ്റിക്കൊണ്ട് ഫണ്ട് വിനിയോഗിക്കുന്നതിനും പ്രചാരണം കൊഴുപ്പിക്കുന്നതിനും വേണ്ടി പരമാവധി ശ്രമിക്കുന്ന BJP പക്ഷേ മറ്റു മണ്ഡലങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാറില്ല എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് മനസ്സിലാകും. പ്രധാനമന്ത്രിയുടെ സന്ദർശനവും റോഡ് ഷോ പോലും വേണ്ട രീതിയിൽ ഉപയോഗപ്പെടുത്താൻ മലപ്പുറത്തെ പ്രവർത്തകർക്കും സംസ്ഥാന നേതൃത്വത്തിനും കഴിയാതെ പോകുന്നു എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിനിടയിൽ സ്ഥലങ്ങളുടെ പുനർനാമകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് മുസ്ലിം ഭൂരിപക്ഷത്തെ അകറ്റി നിർത്താനുള്ള BJP നേതൃത്വത്തിൻ്റെ ശ്രമങ്ങളും അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. സുരേഷ് ഗോപി തൃശ്ശൂരിൽ നോമ്പ് മുറിക്കലും നോമ്പ് കഞ്ഞി കുടിക്കലും നിസ്കാരവുമായി മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് നേടാൻ ശ്രമിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വരുന്നത് എന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്.